എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. APL റേഷൻ കാർഡ് ഉള്ളവർ മുൻഗണനാ വിഭാഗമായ BPL റേഷൻ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ രേഖകളും അർഹതാ മാനദണ്ഡങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഡിസംബർ 10 വരെയാണ് APL വിഭാഗങ്ങളിലുള്ളവർക്ക് BPL കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഓൺലൈനായി അപേക്ഷിക്കാവുന്ന ഡേറ്റ്. പഞ്ചായത്ത് സെക്രട്ടറിമാരിൽ നിന്നും ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നുണ്ട് എന്നാണ് അറിവ്. കഴിഞ്ഞ പ്രാവശ്യം കാർഡ് കൺവേർഷൻ്റെ ഡേറ്റ് നീട്ടിയിരുന്നു. അതുപോലെ ഈ പ്രാവശ്യവും നീട്ടുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കാർഡ് കൺവേർഷൻ അപേക്ഷിച്ചിട്ട് BPLലേക്ക് കൺവേർട്ട് ചെയ്യാതിരുന്നവർ വീണ്ടും അപേക്ഷിക്കണം. ഓരോ പ്രാവശ്യവും നിലവിൽ എത്ര വേക്കൻസികൾ BPL കാർഡിനായി ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് പുതിയതായി BPL കാർഡിലേക്ക് പുതിയ APL അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത്. അർഹതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് APL കാർഡ് ഉള്ളവർക്ക് BPLലേക്ക് കാർഡ് കൺവേർഷന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. കൂടാതെ അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് മുകളിലായി ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കും. ആദ്യം തന്നെ നമുക്ക് കാർഡ് കൺവേർഷന് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്തവർ, അപേക്ഷിക്കാൻ സാധിക്കാത്തവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിലാദ്യത്തേത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ, ആദായ നികുതി ദായകർ, ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നവർ, സർവീസ് പെൻഷനേഴ്സ്, 4 അതിലധികമോ ചക്രവാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവർ. ഇതിൽ ടാക്സി സ്വന്തമായിട്ടുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT പ്രൊഫഷണൽസ്, നഴ്സ്, CA തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവരും ഇതിൽ നിന്ന് അപേക്ഷിക്കാൻ അർഹരല്ല. ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും കാർഡിൽ ഒരംഗമായിട്ടുള്ള കാർഡ് ഉടമകൾക്കാണ് കാർഡ് കൺവേർഷന് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാതെ ഉള്ളത്. ഇതുകൂടാതെ ഒഴിവാക്കിയിരിക്കുന്നവർ കാർഡിലെ മുഴുവൻ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടായിരിക്കുക. ഇതിൽ ST വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ പ്രതിമാസ വരുമാനം 25,000-ൽ കൂടുതൽ ഉണ്ടായിരിക്കുക. ഇതിൽ NRIയുടെ വരുമാനം ഉൾപ്പെടെയാണ്. ഇങ്ങനെ ഉള്ളവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഇത്രയും വിഭാഗങ്ങൾക്കാണ് കാർഡ് കൺവേർഷൻ അപേക്ഷിക്കാൻ യോഗ്യത ഇല്ലാതെയുള്ളവർ. ഇനി നമുക്ക് മാർക്ക് അടിസ്ഥാനത്തിലല്ലാതെ യോഗ്യത നേടുന്നവരെ നോക്കാം. കാർഡ് കൺവേർഷന് ഓരോ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഭാഗത്തിൻ്റെയും മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നവരെയാണ് കാർഡ് കൺവേർഷനായി പരിഗണിക്കുക. എന്നാൽ ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പരിഗണിക്കുന്നവരുമുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യത്തേത് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, ആദിവാസി, ക്യാൻസർ, ഡയാലിസിസ്, അവയവമാറ്റം, HIV, വികലാംഗർ, ഓട്ടിസം, ലെപ്രസി, 100% തളർച്ച രോഗികൾ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്നവർ. കൂടാതെ നിരാലംബയായ സ്ത്രീ മാർക്ക് നോക്കാതെ ഇതിൽ ഉൾപ്പെടാൻ അർഹതയുള്ളതാണ്. നിരാലംബയായ സ്ത്രീ എന്ന് കണക്കാക്കുന്നത് വിധവ, അവിവാഹിത, ഡൈവോഴ്സ് ഇവർ ഇങ്ങനെയുള്ളവർ കുടുംബനാഥയായിട്ടുള്ള കാർഡുള്ളവരെയാണ് നിരാലംബയായ സ്ത്രീ എന്ന് കണക്കാക്കുന്നത്. ഇതിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർ ആ കാർഡിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്രയും വിഭാഗങ്ങളിലുള്ളവരാണ് മാർക്ക് അടിസ്ഥാനത്തിലല്ലാതെ അർഹതയുള്ളത്. ഇനി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അർഹത ഉള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് 2009 BPL സർവേ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ BPL അർഹതയുള്ളവർ. ഇതുകൂടാതെ മാർക്കിന് പരിഗണിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഹൃദ്രോഗമുള്ളവർ അംഗങ്ങളായി കാർഡിൽ ഉണ്ടാവുക, മുതിർന്ന പൗരന്മാരുണ്ടാകുക, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലും മാർക്ക് ലഭിക്കും. കൂടാതെ പട്ടികജാതിയിൽപ്പെട്ടവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ലഭിക്കും. പിന്നീടുള്ളത് വീട് സ്ഥലവും ഇല്ലാത്തവർ, അവർക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ലഭിക്കും. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ അവസ്ഥ, കോൺക്രീറ്റ് ആണോ ഓടാണോ ഓലയാണോ അതിനെ അടിസ്ഥാനമാക്കി മാർക്കിൽ വ്യത്യാസമുണ്ടാകും. സർക്കാർ ഭവന പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കും മാർക്കുകൾ ലഭിക്കും. അതിൽ IAY, ലൈഫ് തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ്. കൂടാതെ വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് ഇവ ഇല്ലാത്തവർക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ലഭിക്കും. ഇതിൽ ഓരോ വിഭാഗത്തിനും ഇത്ര മാർക്ക് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഭാഗത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ച് മാർക്കുകൾ നൽകുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ മാർക്കിൻ്റെയൊക്കെ ഏകദേശ ധാരണ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അപേക്ഷ അയക്കുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ട, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആശ്രയ വിഭാഗം എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രമാണ്
വേണ്ടുന്നത്. ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര മാരക രോഗങ്ങളുള്ളവർ അതുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകളുടെ കോപ്പി സമർപ്പിച്ചാൽ മതിയാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർ ഈ ഡിസ്ട്രിക്റ്റ് വഴി അപേക്ഷിച്ച് ലഭിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്നുള്ളതാണ് നൽകേണ്ടുന്നത്. ഗൃഹനാഥ അല്ലെങ്കിൽ കാർഡുടമ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടുന്നത്. ഇതും ഈ ഡിസ്ട്രിക്റ്റ് പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടതാണ്. ഇതിൻ്റെ ഒക്കെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടുന്നത്. ഇനി 2009 BPL പട്ടികയിൽ ഉൾപ്പെടാത്തവരും എന്നാൽ BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവരും ഇങ്ങനെയുള്ളവർ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രമാണ് നൽകേണ്ടുന്നത്. എന്നാൽ ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രമാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള വരുമാനത്തിൽ മാസവരുമാനമാണ് റേഷൻ കാർഡിൽ നൽകുന്നത്. ആ വരുമാനം വാർഷികത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അതിൽ നിന്നും കുറവാണ് ഇപ്പോഴത്തെ വരുമാനമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ 2009 BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിലും അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണം ഇപ്പോൾ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രമാണ് നൽകേണ്ടത്. കൂടാതെ സ്വന്തമായി വീടില്ലാത്തവരും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാരുടെ സാക്ഷ്യപത്രമാണ് വേണ്ടുന്നത്. ഭിന്നശേഷിയുള്ളവർ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്നത്. കൂടുതൽ വിവരങ്ങൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കൂടാതെ വാർഡ് മെമ്പറിൽ നിന്നും റേഷൻ കട വഴിയും ഒക്കെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.